ഹലോ, ഇന്ന് രാവിലെ എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിന് പോവാം. തൃക്കരിപ്പൂർ ഇടയിലക്കാട് കോസ്റ്റൽ പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലായിരുന്നു പ്രോഗ്രാം. കായലിൻ്റെ സൈഡിലായിട്ടായിരുന്നു റിസോർട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു അവിടെ നിന്ന് ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 10:15 ആയപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 11:30 പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനു മുന്നേയുള്ള ആനന്ദകരമായ നിമിഷങ്ങളാണ് ഈ കാണുന്നത്. എൻഗേജ്മെൻറ്റിൻ്റെ പ്രോഗ്രാം ആയിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം തന്നെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും അമ്മമാർ ചേർന്ന് വിളക്ക് കൊളുത്തി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം വിവാഹ നിശ്ചയ എഗ്രിമെന്റ് വായിച്ചു. അതിന്റെ കല്യാണ നിശ്ചയം 25/5/2026 ഇടയിലക്കാട് കോസ്റ്റൽ പാരഡൈസ് എന്ന റിസോർട്ടിൽ വെച്ച് നടത്തുന്നു. അതിനുശേഷം ഗ്രൂമ് ബ്രൈഡിന് ഒരു ഹാമ്പറൊക്കെ കൊടുത്തു. പിന്നീട് രണ്ടുപേരുടെയും ഫാമിലി മെമ്പേഴ്സിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അതിനുശേഷം റിംഗ് എക്സ്ചേഞ്ചും കേക്ക് കട്ടിങ്ങും കഴിഞ്ഞു. ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഫോട്ടോ സെക്ഷനിടയിൽ ഒരു ചെറിയ ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസും ടങ് ട്വിസ്റ്റേഴ്സും ഒക്കെ ആയിട്ടുള്ളൊരു ഗെയിം തന്നെയായിരുന്നു. പിന്നെ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ഫുഡും കഴിച്ച് ബ്രൈഡിനും ഗ്രൂമിനും വിഷസും കൊടുത്ത് നമ്മൾ തിരിച്ചിറങ്ങി. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് റിവ്യൂ ഒക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് അമ്മേൻ്റെ ഓഫീസിലേക്കായിരുന്നു. അത് കഴിഞ്ഞ് അമ്മക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. തിരിച്ച് വീട്ടിലെത്തി ഫ്രഷായി നമ്മൾ എല്ലാവരും കൂടെ നേരെ പോയിട്ടുണ്ടായിരുന്നത് ദൃശ്യം 3 സിനിമ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അർച്ചന തിയേറ്ററിൽ 7:30 ഷോക്കായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെരുമ്പേര് നല്ല ബ്ലോക്ക് ആയിരിക്കും എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നേരത്തെ ഇറങ്ങണം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ എല്ലാവരും കൂടെ റെഡിയായി ഇറങ്ങിയപ്പോൾ എപ്പോഴത്തെയും പോലെ ലേറ്റായിപ്പോയി. ഇത് എപ്പോഴെങ്കിലും മാത്രം നടക്കുന്നൊരു കാര്യമാണ്, നമ്മൾ കറക്റ്റ് ടൈമിന് തിയേറ്ററിലെത്തുന്നത്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളകത്തേക്ക് കയറി. എപ്പോഴത്തെയും പോലെ ഭാസ്കരൻ വെളിച്ചം തന്നെയാണ് ഇപ്രാവശ്യം ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരേപോലെയുള്ള 3 വാട്ടർ ബോട്ടിൽ ഞങ്ങൾക്ക് 3 പേർക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ വാട്ടർ ബോട്ടിലെടുത്ത് മേമ വെള്ളം കുടിക്കുകയാണ്. 7:30 വരെ എന്തൊക്കെയോ മണ്ടത്തരം കാണിച്ച് നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിലിരുന്നു. കറക്റ്റ് 7:30 ആയപ്പോൾ മൂവി സ്റ്റാർട്ട് ചെയ്തു. ഞാനും അമ്മമ്മയും മേമയും ഇൻ്റർവെല്ലിന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സിനിമ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ റിവ്യൂ പറയാനാണെങ്കിൽ ലാലേട്ടനൊരു രക്ഷയില്ല, സീനായിരുന്നു. സിനിമ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിനിമയൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം വരാം.